നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാദി സഖ്യത്തിന്റെ മുന്നേറ്റം കണ്ട് ശരിക്കും പകച്ചു നിൽക്കുകയാണ് BJP. 23 സീറ്റുകൾ BJPക്ക് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അത് കനത്ത നഷ്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 10 സീറ്റുകൾ തികച്ചു നേടാൻ കഴിയാത്ത ഒരു പാർട്ടിയായി BJP അധപ്പതിച്ചോ എന്ന് അണികൾക്കിടയിൽ വലിയ തോതിൽ സംസാരം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഗതികെട്ട പ്രകടനമായിരുന്നു BJPയുടേത്. ബീഡ് പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ BJPയുടെ കൈവശം ഉണ്ടായിരിക്കും എന്ന് എക്കാലവും പ്രതീക്ഷിച്ച മണ്ഡലം അവിടം വരെ നഷ്ടമാകണമെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. സഞ്ജയ് റാവത്ത് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ അഹംഭാവത്തിന് തിരിച്ചടി ലഭിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും. നിങ്ങൾക്കത് താങ്ങാൻ പോലും കഴിയില്ല, ഒന്ന് തിരിച്ചു വരാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും നിങ്ങൾ നിലം പതിക്കുക. അദ്ദേഹത്തിനെതിരെ ED റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ BJPക്ക് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ ശിവസേന അധികാരത്തിലിരുന്നപ്പോൾ BJPക്കെതിരെ നടത്തിയ നീക്കങ്ങൾ BJP ഒരിക്കലും മറക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. കൊണ്ടും കൊടുത്തുമുള്ള പ്രതികാര നടപടി സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നപ്പോഴേ ശിവസേനയും BJPയും തമ്മിൽ ഉണ്ടായിരുന്നു. 2014 മുതൽ 2019 വരെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ പോലും ശിവസേനയുമായി അഭിപ്രായ വ്യത്യാസം പല വകുപ്പുകളിലും പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം 2019 സഖ്യത്തിൽ മത്സരിച്ചുകൊണ്ട് 56 സീറ്റുകൾ ശിവസേന നേടിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ശിവസേനയുടെ കർശനമായ വാദത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെയാണ് BJP പ്രതിപക്ഷ നിരയിലേക്ക് പോയത്. എന്നിട്ടാണ് ശിവസേനയെയും അതുപോലെ NCPയെയും പിളർത്തിക്കൊണ്ടുവന്ന് BJP അധികാരത്തിലേക്ക് കയറിയത്. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പായപ്പോഴേക്കും ജനങ്ങൾ ആ ഒരു രീതിയെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അപ്പാടെ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ഏക്നാഥ് ഷിൻഡേക്ക് ജനകീയത ഇല്ല എന്നുള്ളത് സർവേ നടത്തുന്നതിൽ BJPക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒന്നിനും ഏക്നാഥ് ഷിൻഡേ തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് കാരണമായി വന്നത് ശിവസേനയുടെ ഭാഗമായി നിന്നാൽ ഏക്നാഥ് ഷിൻഡേ ആയിരുന്നു മന്ത്രിസഭയിൽ മൂന്നാമനായി നിന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഉദ്ധവ് താക്കറെ സർക്കാരിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഏക്നാഥ് ഷിൻഡേ ശക്തമായ വകുപ്പുകൾ തന്നെയാണ് കൈവശപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നിനും അദ്ദേഹം വഴങ്ങുകയില്ല എന്ന് BJP നേതൃത്വത്തിൽ അറിയാം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ഷിൻഡേക്ക് കാര്യമായ തകരാറ് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ലോക്സഭയിൽ ഷിൻഡേ വിഭാഗത്തിന് 7 ലോക്സഭാ സീറ്റുകൾ കിട്ടി. അഥവാ NDAയിൽ തന്നെ അല്പമെങ്കിലും പ്രകടനം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് ഏക്നാഥ് ഷിൻഡേക്ക് തന്നെയാണ്. അജിത് പവാറിനെ വെച്ച് നോക്കുമ്പോൾ ഷിൻഡേ വളരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു എന്നാണ് ഈ ഒരു ദുർഘട സാഹചര്യത്തിലും BJP വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ BJPക്ക് കുറേയധികം സീറ്റുകൾ ഷിൻഡേ വിഭാഗത്തിന് വിട്ടു നൽകേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം മഹാവികാസ് അഘാദി സഖ്യത്തിന് അഥവാ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് നില ചർച്ച ഭദ്രമായി തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടില്ല. കോൺഗ്രസിൻ്റെ നേതാവായ നാനാ പട്ടോളെ പറഞ്ഞതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുകയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നാലും ശരത് പവാറിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നാലും ഉദ്ധവിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നാലും ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി കാണുന്നു. ഇന്ത്യ സഖ്യം ജയിക്കണം എന്ന വാശിയിലാണ് ജനങ്ങൾ. അത് തീർച്ചയായും ഒരു വികാരമായി താഴെത്തട്ടിൽ പതിക്കുമ്പോൾ BJPക്ക് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. 50 സീറ്റ് പോലും തികച്ചു കിട്ടില്ല എന്ന് അവരുടെ ആഭ്യന്തര സർവേയിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് അവരുടെ ധാർഷ്ട്യ പ്രവർത്തനം തന്നെയാണ്. മാത്രമല്ല, നിതിൻ ഗഡ്കരിയെ പോലൊരു മുതിർന്ന നേതാവിനെ BJP നേതൃത്വം പിണക്കി വയ്ക്കുമ്പോൾ തീർച്ചയായും ഫട്നാവിസിന് തിരിച്ചടി തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്.